ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ അപ്രതീക്ഷിതമായി വെള്ളിയാഴ്ച വിപണിയിൽ നഷ്ടമുണ്ടാവുകയും ചൊവ്വാഴ്ച വീണ്ടും നഷ്ടത്തിലേക്ക് നീങ്ങുകയും ബുധനാഴ്ച തിരിച്ചു കയറുകയും അതും അപ്രതീക്ഷിതമായി തിരിച്ചു കയറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം യു എസിൽ പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ പകരത്തിന് പകരം താരിഫ് എന്നുള്ള രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇന്ത്യക്ക് 26% താരിഫ് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയത്, മറ്റ് രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനുകൾക്കും അടക്കം വ്യാപകമായി താരിഫ് ഏർപ്പെടുത്തിയതിനുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും ഇന്നത്തെ വിപണിയിൽ ഉണ്ടാവുക. അത് എന്തായാലും ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ രണ്ടാഴ്ചയിൽ തുടർച്ചയായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിലും അവർ വിൽപ്പനയിലേക്ക് നീങ്ങിയതിൻ്റെ ഒരു പ്രതികരണവും വിപണിയിലുണ്ടാവും. അത് ഒരു പരിധിവരെ കഴിഞ്ഞ 2 ദിവസം നഷ്ടത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 2 ഘടകങ്ങളും പ്രതികൂലമായിരിക്കുന്നത് തന്നെ ആഗോള സാഹചര്യങ്ങളിൽ ആഗോള വിപണികളിൽ ഒരു തിരുത്തലുണ്ടാക്കിയതിൻ്റെ കാരണവും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇന്ന് വിപണി നഷ്ടത്തിൽ തുടങ്ങാനും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണി പ്രതീക്ഷിക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 22,800 23,500 എന്ന നിലവാരത്തിൽ നീങ്ങാനാണ് സാധ്യത. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ ഇനി വിപണികളിൽ ഏതെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടാവുകയും മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിൻ്റെ ഒരു സമ്മർദ്ദം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും 23,500 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് അല്ലെങ്കിൽ തുടർച്ചയായി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. എന്തായാലും ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.